പാലക്കാട്ടെ കൊമ്പൻ PT5 മയക്കുവെടി വെച്ചിരിക്കുകയാണ്. വനംവകുപ്പ് സംഘത്തിലെ കൂടുതൽ പേർ ഇപ്പോൾ കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനയെ മയക്കുവെടി വെച്ചത്. PT5 എന്ന ആ ഒരു ആനയെ പിടികൂടാനുള്ള ദൗത്യമായിരുന്നു ഇത്രനാളും തുടർന്നിരുന്നത്. ഇന്ന് രാവിലെയാണ് ഇതിനെ കൃത്യമായി വനമേഖലയിൽ സ്പോട്ട് ചെയ്തിരുന്നത്. ജനവാസ മേഖലയിലടക്കം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഈ PT5 സ്പോട്ട് ചെയ്തു. അതിനുശേഷം ദൗത്യസംഘം അവിടെ എത്തുകയായിരുന്നു. കുങ്കിയാനകളും ഈ ദൗത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ഇപ്പോൾ അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, മയക്കുവെടി വെച്ചു കഴിഞ്ഞു. ഇപ്പോൾ വനപാലക സംഘം, കൂടുതൽ സംഘം ഈ കാടിനുള്ളിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു. വളരെ വേഗം തന്നെ ആനയെ പുറത്തേക്ക് എത്തിച്ച് സുരക്ഷിതമായ മേഖലയിലേക്ക്, സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് നടക്കുന്നത്. സുരേഷ്, തീർച്ചയായിട്ടും ആനയെ കൃത്യമായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എനിക്ക് പുറകിലായിട്ട് കാണുന്ന ഈ 2 കുങ്കിയാനകളെ നമുക്ക് കാണാൻ സാധിക്കും. ആ കുങ്കിയാനകൾക്ക് തൊട്ട് മുന്നിലായിട്ട് തന്നെ വനത്തിനകത്ത് ഇപ്പോൾ ആനയുണ്ട്. ഏതായാലും ആന ഒന്ന് മയങ്ങിയിരിക്കുന്ന, മയക്കുവെടി കൊണ്ട് ഒന്ന് മയങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. ഒന്നുകൂടെ നന്നായി മയങ്ങിയതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുക എന്നുള്ളതാണ്. ഇവിടെ നിന്നും പിടികൂടി മറ്റ് കൂടുതൽ ചികിത്സയ്ക്ക് ബേസ് ക്യാമ്പിലേക്കോ മറ്റൊക്കെ കൊണ്ടുപോകേണ്ട നടപടികളിലേക്ക് ഇനിയാണ് കടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏതായാലും കൃത്യമായിട്ട് തന്നെ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു. അതായത് ഞാൻ നേരത്തെ നിന്നിരുന്ന ഒരു റോഡുണ്ട്, മലമ്പുഴ ഭാഗത്ത് നിന്നും കവ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ആ റോഡിന് സമീപത്തായിട്ടുള്ള മാന്തുരുത്തി എന്ന വനമേഖലയിലാണ് ഈ ആനയെ ഇന്ന് രാവിലെ തന്നെ ലൊക്കേറ്റ് ചെയ്യുകയും തുടർന്ന് അതിന് കൃത്യമായിട്ട് മയക്കുവെടി വെച്ച് പിടികൂടുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനായാസം തന്നെ ഇതിനെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ മയക്കുവെടിയിൽ 2 തവണയാണ് മയക്കുവെടി വെച്ചത്. രണ്ടാമത്തെ തവണ മയക്കുവെടി വെച്ചപ്പോഴാണ് അത് കൃത്യമായിട്ട് ആനയെ ഏറ്റത് എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. ഏതായാലും ഈ ജനവാസ മേഖലയിൽ തുടർച്ചയായിട്ട് എത്തുകയും കൃഷി നശിപ്പിക്കുകയും ആളുകളുടെ വീട് തകർക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കൊമ്പനാണ് ഈ PT5 എന്ന ചുരുളിക്കൊമ്പൻ. പക്ഷേ ഈ ആന എങ്ങനെയൊക്കെ ആണെങ്കിലും വലിയ രീതിയിലുള്ള ഉപദ്രവകാരി, PT7നെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു ഉപദ്രവകാരി ആയിരുന്നില്ല എന്നുള്ള കാര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ കൂടെ ഒരു ആവശ്യമായിരുന്നു ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി അതിൻ്റെ കണ്ണിന് ചികിത്സ നൽകണമെന്നുള്ളത്. കാരണം തുടർച്ചയായിട്ട് കണ്ണ് കാണാത്തത് കൊണ്ടാണ് ഈ ആന ജനവാസ മേഖലയിലേക്ക് എത്തുകയും ഇങ്ങനെ കൃഷി നശിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പരാതിയായിട്ട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനെ പിടികൂടി ആ കൃഷി നശിപ്പിക്കുന്നതും മറ്റും തടയണമെങ്കിൽ പിടികൂടി അതിന് ചികിത്സ നൽകണം എന്നൊരാവശ്യമായിരുന്നു വനംവകുപ്പ് അധികൃതരോട് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നത്. ഏതായാലും നാട്ടുകാരുടെയൊക്കെ നിരന്തര ആവശ്യത്തിനൊടുവിൽ ഇപ്പോൾ വനംവകുപ്പ് ആനയെ കൃത്യമായിട്ട് കണ്ടെത്തി അതിനെ ലൊക്കേറ്റ് ചെയ്ത് മയക്കുവെടി വെച്ച് പിടികൂടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ കുങ്കിയാനകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 2 കുങ്കിയാനകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ 2 കുങ്കിയാനകൾക്ക് തൊട്ട് മുന്നിലായിട്ടാണ് ഇപ്പോൾ ആ PT5 എന്ന ആന ഉള്ളത്. ആനയ്ക്ക് അടുത്തേക്ക് മറ്റ് മരുന്നും മറ്റുമൊക്കെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ വനംവകുപ്പ് അധികൃതർ മരുന്നും മറ്റ് സാമഗ്രികളൊക്കെ കൊണ്ടുപോയി അതിന് ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആനയ്ക്ക് ചികിത്സ നൽകി കാട്ടിലേക്ക് തന്നെ വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ആരോഗ്യനില മോശമാണ് എന്ന് കണ്ടാൽ മറ്റ് മേഖലയിലേക്ക്, പ്രത്യേകിച്ച് ധോണി ക്യാമ്പിലെ കൂട്ടിലേക്കടക്കം മാറ്റി അവിടെ കൃത്യമായ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാം. അത് തന്നെയാണോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുരേഷ്, ഈ ആനയെ കൃത്യമായിട്ട് തന്നെ ഇവിടെ നിന്ന് ആദ്യം ഈ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ പരിശോധിക്കും. അതിൻ്റെ 2 കണ്ണിൻ്റെയും കാഴ്ച ഏത് തരത്തിലാണ് എന്നുള്ള കാര്യം പരിശോധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ആ 2 കണ്ണിൻ്റെയും കാഴ്ച എത്രത്തോളം ഉണ്ട്, എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളതൊക്കെ പരിശോധിക്കും. മാത്രമല്ല ഈ ആനയുടെ മുൻവശത്തും പുറകുവശത്തൊക്കെ ആയിട്ട് മുറിവുകൾ ഉള്ളതായിട്ടും വനംവകുപ്പ് പറയുന്നുണ്ട്. ആ മുറിവുകളുടെ സ്ഥിതി എന്താണ് എന്നുള്ള കാര്യവും വനംവകുപ്പ് പരിശോധിക്കും. തുടർന്ന് അതിൽ മരുന്നും മറ്റും വെച്ച് നൽകി ഏത് തരത്തിലാണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ്. ഈ ബേസ് ക്യാമ്പിലേക്ക്, അതായത് ചികിത്സ നൽകി ഒന്നില്ലെങ്കിൽ ബേസ് ക്യാമ്പിലേക്ക് മാറ്റുക, അതല്ലെങ്കിൽ ആ ചികിത്സിച്ചതിനെ ഭേദമാക്കാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ അതിനെ പിന്നീട് കാട്ടിലേക്ക് തന്നെ തുറന്നു വിടുക എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ ധോണിയിലെ വനംവകുപ്പിൻ്റെ ക്യാമ്പ് ഓഫീസിൽ ഈ ആനയ്ക്ക് ചികിത്സ നൽകാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അവിടെ നേരത്തെ തന്നെ PT7 വേണ്ടി കൂട് തയ്യാറാക്കിയിരുന്നു. ഒന്നുകിൽ PT7 തയ്യാറാക്കി ആ കൂടിനെ കുറിച്ച് മിനുക്കുവളികൾ നടത്തി അവിടെ തന്നെ ആ കൂട്ടിൽ തന്നെ ഈ ആനയായിട്ട് ചികിത്സ നൽകുന്നതായിരിക്കും നടപടികൾ
നടപടികൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ എന്തൊക്കെ നടപടികളാണ് ഇനി ഉണ്ടാവുക, ഈ ആനയ്ക്ക് ഏത് തരത്തിലുള്ള ചികിത്സയാണ് നൽകുക എന്നുള്ളതൊക്കെ അല്പസമയത്തിനകം തന്നെ ഈ ദൗത്യ സംഘം കാട്ടിൽ നിന്നും പുറത്തേക്ക് വന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ആനയെ കൃത്യമായിട്ട് തന്നെ ലൊക്കേറ്റ് ചെയ്ത് അതിനെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്നുള്ളതാണ്. രാവിലെ 8 മണിയോടുകൂടെയാണ് ഈ ആനയ്ക്ക് മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചത്. ദൗത്യസംഘം 8 മണിയോടുകൂടെയാണ് കുങ്കിയാനകളുമായി വനത്തിനകത്തേക്ക് പ്രവേശിച്ചത്. അങ്ങനെ 8 മണിയോടെ അകത്തേക്ക് വയനാട്ടിൽ നിന്ന് എത്തിച്ച വിക്രം, ഭരത് എന്നീ 2 ആനകളുമായി വനത്തിനകത്തേക്ക് പ്രവേശിച്ച ദൗത്യസംഘം അവിടെ നിന്നും പിന്നീട് ആനയ്ക്ക് മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ആദ്യം ഒരു തവണ മയക്കുവെടി വെച്ചു, അത് കൃത്യമായിട്ട് ഏറ്റില്ല. അതിനുശേഷം രണ്ടാമത്തെ തവണയാണ് അത് കൃത്യമായിട്ട് മയക്കുവെടി വെച്ച് അതിനെ പിടികൂടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അതായത് രണ്ടാമത്തെ ഡോസും കൂടെ വെച്ചപ്പോഴാണ് ആനയെ കൃത്യമായിട്ട് തന്നെ പിടികൂടാൻ അല്ലെങ്കിൽ അതിനെ മയക്കുവെടി ആ ദൗത്യം വിജയിപ്പിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ഏതായാലും ആ 2 തവണ മയക്കുവെടി വെച്ചാണ് ഇപ്പോൾ ആ കൊമ്പനെ കാട്ടിനകത്ത് കൃത്യമായി പിടികൂടിയിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിൻ്റെ കാഴ്ചശക്തി എത്രത്തോളം ഉണ്ട്, എന്താണ് അതിൻ്റെ നിലവിലെ സ്ഥിതി എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പരിശോധിക്കുമെന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നു, മരുന്നും മറ്റ് സാമഗ്രികളും ഒക്കെ വനംവകുപ്പ് ഈ ആനയെ പിടികൂടിയ ആ സമയത്ത് തന്നെ കാട്ടിനകത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിരുന്നു. മാത്രമല്ല വടം ഉൾപ്പെടെ എല്ലാം കാട്ടിനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അത്തരം നടപടികളിലേക്കായിരിക്കും കടക്കുക എന്നുള്ളതാണ്. ഏതായാലും കാഴ്ച എത്രത്തോളം ഉണ്ട്, അതിന്റെ കാഴ്ചയ്ക്ക് എത്രത്തോളം ഈ കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള വിദഗ്ധ സംഘം ഇതിനകം കാട്ടിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും സുരേഷ്, ഞാൻ നേരത്തെ പറഞ്ഞു 8 മണിയോടുകൂടെ ഈ 2 കുങ്കിയാനകളെ വനത്തിനകത്തേക്ക് എത്തിച്ചു. ആനയെ കൃത്യമായിട്ട് തന്നെ ലൊക്കേറ്റ് ചെയ്തു. അതിനുശേഷം ആ റോഡരികിലേക്ക്, അതായത് മാന്തുരുത്തിയിലെ ഭാഗത്തെ മലമ്പുഴ കവ റോഡരികിലേക്ക് ആനയെ എത്തിച്ചാണ് മയക്കുവെടി വയ്ക്കുന്ന നടപടികളിലേക്ക് കടന്നത് എന്നുള്ളതാണ്. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘമാണ് ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ആ ദൗത്യ സംഘം ഏതായാലും ആനയെ മയക്കുവെടി കൃത്യമായിട്ട് വിജയകരമായിട്ട് തന്നെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഈ ആനയുടെ മറ്റ് ഏത് തരത്തിലാണ് അതിൻ്റെ കണ്ണിൻ്റെ പ്രശ്നം, കാഴ്ചയുടെ എത്രത്തോളം ഉണ്ട്, അതിൻ്റെ മറ്റ് ആരോഗ്യനില എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇനി ഏത് തരത്തിലാണ് ഇതിനെ പുറത്തേക്ക് എത്തിച്ച് അവിടെ നിന്നും ആംബുലൻസിലോ മറ്റോ അതിനെ വനംവകുപ്പിൻ്റെ ഓഫീസിലേക്ക്, ക്യാമ്പിലേക്ക്, ധോണിയിലേക്ക് മാറ്റുന്ന നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴേതായാലും ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന 2 കുങ്കിയാനകളെയാണ് ദൃശ്യങ്ങളിൽ കാണാൻ, വിക്രം, ഭരത് എന്നീ 2 കുങ്കിയാനകളെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ ആനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഒരു 50 മീറ്റർ മുന്നിൽ തന്നെയായിട്ട് ആ കാടിനുള്ളിൽ മരച്ചിലകൾ മറഞ്ഞു നിൽക്കുന്ന ആ ഭാഗത്ത് ആന ഉണ്ട് എന്നുള്ളതാണ്. ഇവിടേക്ക് ആനയെ കൊണ്ടുപോകുന്നതിനുള്ള വാഹനം ഉൾപ്പെടെ എത്തിച്ച് അതിനെ ധോണിയിലേക്ക് മാറ്റിയായിരിക്കും മറ്റ് വിദഗ്ധ ചികിത്സകൾ നൽകുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ എന്താണ് അതിൻ്റെ സ്ഥിതി, അതായത് കൂടുതൽ ചികിത്സ നൽകിയാൽ, അതായത് ധോണിയിലേക്ക് എത്തിച്ച് ചികിത്സ നൽകിയാൽ അതിന് ഭേദമാവുന്ന തരത്തിലാണോ അതിൻ്റെ ആരോഗ്യനില, അതല്ലെങ്കിൽ കൂടുതൽ അവശ നിലയിലാണോ ആനയുള്ളത് എന്നുള്ള കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതേതായാലും ദൗത്യസംഘത്തിൽ നിന്നും അധികൃതർ പുറത്തേക്ക് വരുന്ന മുറയ്ക്ക് മാത്രമേ എന്താണ് ഇനി മറ്റ് നടപടികൾ എന്നുള്ള കാര്യത്തിൽ അറിയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ PT-7 പിടികൂടുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമായിരുന്നുവെങ്കിൽ ഇത് അത്ര ശ്രമകരമായ ദൗത്യമല്ല. കാരണം കാഴ്ചയില്ലാത്ത ആനയായതുകൊണ്ട് തന്നെ അത് കൂടുതൽ ദൂരമൊന്നും സഞ്ചരിച്ചില്ല. മയക്കുവെടി വെച്ചപ്പോൾ തന്നെ അത് കൃത്യമായിട്ട് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ പാലക്കാട്ടിലെ വാളയാറും കഞ്ചിക്കോടും മലമ്പുഴയും ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിൽ തുടർച്ചയായി എത്തി കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെ വനംവകുപ്പ് എത്ര പടക്കം പൊട്ടിച്ചാലും ജനവാസ മേഖലയിൽ നിന്ന് കാട്ടിലേക്ക് പൂർണ്ണമായും കയറി പോവാത്ത ആ ആനയെ അതിൻ്റെ ദയനീയാവസ്ഥയൊക്കെ കണ്ട് നാട്ടുകാർ തന്നെ പറഞ്ഞതാണ് ഇതിനെ എങ്ങനെയെങ്കിലും ചികിത്സിച്ച് അതിനെ വീണ്ടും കാട്ടിലേക്ക് തിരിച്ചു വിടണം എന്നുള്ളത്. ഏതായാലും അതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മയക്കുവെടി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ചികിത്സ, മറ്റ് നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, കൊമ്പൻ PT-5 മയക്കുവെടി വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ പ്രാഥമിക ചികിത്സ ഉറപ്പാക്കുകയാണ്. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആനയാണ്. അതുകൊണ്ട് തന്നെ അതിനെ ആ രീതിയിലുള്ള പരിചരണമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുണാലത്തൂരാണ് വിശദാംശങ്ങൾ.